ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിന് നൽകിയ നിവേദനത്തിൽ ബാർ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ എഫ്ഐആർ ഇടാത്തത് എന്താണെന്നും അഭിഭാഷക സംഘടനകൾ ചോദിക്കുകയാണ്. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, കഴിഞ്ഞ ദിവസം ഈ മുറിക്ക് തീപിടിച്ച സംഭവത്തിന്മേലും അവിടെ എന്താണ് അടുത്ത നടപടി എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലു അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എഫ്ഐആർ അതിന്മേൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്രൈം സീൻ ആയതുകൊണ്ട് മുറി സീൽ ചെയ്യുക മാത്രമായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെയാണ് ഇതാ ഇപ്പോഴും ഇതിലൊരു എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ അലഹബാദ് ഹൈക്കോടതി തന്നെ അതിലുള്ള ബാർ അസോസിയേഷൻ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ വാർത്ത, എന്താണ് പുതിയ വിവരം, എന്താണ്? ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇന്ന് കണ്ടത് ഏകദേശം 5ഓളം ബാർ അസോസിയേഷനുകളാണ്. ഹൈക്കോടതി ബാർ അസോസിയേഷനുകളാണ്. കേരളമടക്കമുള്ള ബാർ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ ചീഫ് ജസ്റ്റിസിനെ കണ്ടിട്ടുണ്ട്. പ്രധാനമായും ജസ്റ്റിസ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള കാലതാമസമാണ് ബാർ അസോസിയേഷനുകൾ ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ജസ്റ്റിസിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ നടപടി പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്നാണ് ഇപ്പോൾ ബാർ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതി ആകട്ടെ അനിശ്ചിതകാല സമരത്തിലേക്ക് അഭിഭാഷകർ നീങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഈ ഹൈക്കോടതി ബാർ അസോസിയേഷനുകളുടെ ആവശ്യം കൊളീജിയം പരിഗണിക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്.